2026 സ്വപ്നങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ വർഷമായി മാറുകയാണ്. കാത്തിരുന്ന് കിട്ടുന്നതിനെല്ലാം മധുരം വളരെ കൂടുതലാണ്. കാത്തിരിപ്പിനൊടുവിൽ ആർസണൽ ഗണ്ണേഴ്സ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ചൂടുന്നു. നൂറ്റാണ്ടുകളുടെ പഴമയേറെ പറയാനുള്ള ഈസ്റ്റ് ബംഗാൾ കുറെ കാലമായിട്ട് ചിത്രത്തിൽ നിന്നും പിന്നിലേക്ക് പോവുകയായിരുന്നു. അവർക്കും ഇത്തവണ കിരീടം കിട്ടി. അതേ രാത്രിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ കിരീട വരൾച്ച അവസാനിപ്പിച്ചിരിക്കുകയാണ്. ലോക ഫുട്ബോളിലെ ചക്രവർത്തിയായി സിംഹാസനാരോഹണം ചെയ്യാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കപ്പ് കണി കാണാൻ പോലും ഇല്ലാത്ത അൽ നസറിനെ കൊണ്ട് ഇത്തവണ കിരീടം ചൂടിക്കാൻ അണ്ണന് കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 2010 പ്രൈം ബാഴ്സലോണയുടെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ച് കിരീടം നേടിയെടുത്തതുപോലെ ഇത്തവണ അൽ നസറിന് വേണ്ടി കിരീടം നേടിയെടുക്കാനും പുള്ളിക്ക് കഴിയും. അൽ നസറിനെ പോലെ ഒരു മൂന്നാം കിട ക്ലബിനെ ആരാധകർ ഓർത്തിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആരാധകർ ശ്രദ്ധിക്കണമെങ്കിൽ, അതിന് ഒരേ ഒരു കാരണം, ഒരൊറ്റ മനുഷ്യൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ ഹിലാലിനെ പോലെ ഒരു അൺബീറ്റൺ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബ് അടക്കി ഭരിക്കുന്ന ഒരു ലീഗിൽ പോയിട്ട് ബാഴ്സ എങ്ങനെയാണോ അന്ന് സ്പാനിഷ് ലീഗ് അടക്കി ഭരിച്ചത്, ബാഴ്സയുടെ പ്രതാപം അവസാനിപ്പിച്ചതുപോലെ ഇപ്പം അൽ ഹിലാലിന്റെ വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് അണ്ണൻ കപ്പടിച്ചടാ മക്കളെ. ഇനി വേൾഡ് കപ്പിലും കൂടെ അണ്ണൻ ഒന്ന് തൂക്കി കഴിഞ്ഞാറുണ്ടല്ലോ, സോഷ്യൽ മീഡിയ നിന്നങ്ങോട്ട് കത്തും. സത്യം പറയാ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ക്രിസ്ത്യാനോ കപ്പടിച്ചു,